നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 17-ാം തീയതി, 1201 ആണ്ട് ധനുമാസം 2-ാം തീയതി ബുധനാഴ്ച. ഇന്ന് വിശാഖം നക്ഷത്രമാണ്. ശരിക്ക് ബുധനാഴ്ച, നല്ല ദിവസം, നല്ല നക്ഷത്രം വിശാഖം. അപ്പോൾ നല്ല കാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ദിവസമാണ്. ഞാൻ രാവിലെ 6 മണി സമയത്ത് നിങ്ങളെ വിളിച്ചുണർത്തി ഈ മെസ്സേജ് തരുന്നത് ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ഇതെല്ലാം ഇന്ന് പ്ലാൻ ചെയ്തുകൊള്ളുക. കാരണം നമുക്കൊരാഴ്ചയിൽ 1-2 ദിവസമായിരിക്കും ചിലപ്പോൾ ഇതുപോലെ ശുഭ ദിവസം കിട്ടണത്. അന്ന് പെൻഡിങ്ങിൽ വയ്ക്കാതെ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് സമയം കൂടുതലെടുത്ത്, കൊള്ളാത്ത ദിവസങ്ങളിൽ നമ്മൾ ഓടിയിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഓട്ടം കുറച്ചിട്ട് ഇന്നത്തെ ദിവസം ഓട്ടം കൂട്ടണം. കാരണം നമ്മൾ ജീവിതയാത്രയിൽ നല്ല റോഡ് കിട്ടുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൂട്ടി കൊടുക്കും, ഗട്ടർ റോഡ് വരുമ്പോൾ നമ്മൾ ബ്രേക്ക് കിട്ടും എന്ന് പറഞ്ഞതുപോലെ നല്ല സമയവും ചീത്ത സമയവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. രണ്ടും നിങ്ങളെ അറിയിക്കാറുണ്ട്. അപ്പം പലരും രാവിലെ ഇത് കേട്ടിട്ട് വിഷമത്തോട് പറയുന്നവരുണ്ട്, എനിക്ക് ചീത്ത സമയമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് വരും. പോസിറ്റീവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും കാണുക. അതുപോലെ ധനുമാസത്തിലെ വിശാഖ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് ദൈവം പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. പ്രത്യേകിച്ച് ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾ അവർക്ക് ഇൻക്രിമെൻറ്റോ പ്രമോഷനോ അതുപോലെ നേട്ടഫലങ്ങളുണ്ടാവും. ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യുന്നവർ ബിസിനസ് പുരോഗതി ഉണ്ടാവും. അല്ലെങ്കിൽ അവർ പുതിയ പുതിയ സംരംഭങ്ങൾ കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഇല്ല, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് തുടങ്ങിക്കൊള്ളുക, വിജയിക്കും. അതുപോലെ പഠിക്കുന്ന കുട്ടികൾ, വിദ്യാഭ്യാസം ബ്ലോക്കായിരിക്കുന്നവർക്ക് വിദ്യാഭ്യാസം തുടരാൻ അനുകൂലപ്രദമായ സമയമാണ്. ഹയർ സ്റ്റഡീസിന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലപ്രദമായ അന്തരീക്ഷം തെളിയും. ഇതെല്ലാം നമുക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ് ഈ നക്ഷത്രക്കാർക്ക്. അതുപോലെ ഇന്നും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാലം 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12 മണിക്ക് രാവുകാലം തുടങ്ങൂല. രാവുകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണി 21 മിനിറ്റ് തൊട്ട് 1 മണി 46 മിനിറ്റ് വരെയാണ് രാവുകാല സമയം. അപ്പോൾ 12 മണിക്ക് തുടങ്ങുമ്പോൾ 12:21 തുടങ്ങുകയുള്ളൂ. 1 മണിക്ക് 1:30 തീരില്ല, 1:46 തീരുകയുള്ളൂ. അത് മനസ്സിലാക്കി വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്. എല്ലാ ദിവസവും ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും ബന്ധം നിൽക്കുന്ന കാലഘട്ടം. ഇപ്പോൾ 12 മണിക്കൂർ പകലുള്ളതിൽ 2 മണിക്കൂർ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരെ ആ പീരീഡിൽ കയറി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ അവരെ യാത്രയിൽ തടസ്സം വരുത്താതിരിക്കുക. അതാണ് ആ സമയത്ത് നമ്മൾ പോയി ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ആ സമയം ഇന്ന് ഗുളികകാല സമയം 10:55 തൊട്ട് 12:21 വരെയും, യമകണ്ഠ കാല സമയം 8:04 തൊട്ട് 9:29 വരെയും. ഈ സമയം നമ്മൾ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം നമുക്കുണ്ട്. അഭിജിത്ത് മുഹൂർത്തം ഇന്നത്തെ ദിവസവും 11 മണി 57 മിനിറ്റ് തൊട്ട് 12:45 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടമാണ്. എല്ലാ ദിവസവും ഉണ്ട്. ഇന്നല്ലാതെ തന്നെ നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിനും പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ദിവസവും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതുപോലെ വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. കാരണം പ്രപഞ്ചനാഥനായ ഇന്ന് ബുധൻ്റെ പ്രവർത്തനം നടക്കുന്ന ദിവസം. ഇന്ന് ബുധന് ആധിക്യമുള്ള ദിവസമാണ്. അപ്പോൾ ബുധൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി കളറിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ഇന്ന് ധരിക്കുന്നത് നമ്മളിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.